നമസ്കാരം സുഹൃത്തുക്കളെ, ഹോണസ്റ്റി അക്കാഡമിയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പഞ്ചായത്ത് 3 ടയർ പഞ്ചായത്തുകളെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാമസഭയെക്കുറിച്ചാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാന സഭയാണ് ഗ്രാമസഭ. പഞ്ചായത്ത് ഉൾപ്പെടുന്നത് പാർട്ട് 9 പട്ടിക 11 ഭേദഗതി 73 ഗ്രാമസഭയുടെ വകുപ്പ് 243A ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. ഗ്രാമസഭയുടെ ഭരണഘടനാ വകുപ്പ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, 243A ആണ്. ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടണമെങ്കിൽ ഗ്രാമസഭയുടെ മിനിമം ക്വാറം 10-1 അംഗങ്ങളാണ്. വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, ഗ്രാമസഭയുടെ ഭരണഘടനാ വകുപ്പ് 243A ആണ്. 243A. ഒരു ഗ്രാമസഭയിലെ മുഴുവൻ സമ്മതിദായകരും എല്ലാ വോട്ടേഴ്സും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഒരു വാർഡിലെ മുഴുവൻ വോട്ടേഴ്സും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ യോഗം ചേരണമെന്നാണ് നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിൻ്റെ വകുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വകുപ്പ് ആർട്ടിക്കിൾ 243K ആണ്. ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുണ്ട്. ബാക്കി എല്ലാ ഇലക്ഷനും നടത്തുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ വകുപ്പ് ആർട്ടിക്കിൾ 324 ആണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം. 25ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ്, രാജീവ് കുമാറാണ്. അതേസമയം നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീ A. ഷാജഹാൻ IAS ആണ്. ഇപ്പോൾ ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു MSK രാമസ്വാമി. 1993 നിയമിതനായി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ വനിതാ സംവരണമുള്ളത് 50%. 50% വനിതാ സംവരണമുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വകുപ്പ് 243K ആണ്. ഇപ്പോഴത്തെ ആള് ശ്രീ ഷാജഹാനാണ്. ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. കേരളത്തിൽ വികേന്ദ്രീകരണ പഠനത്തിന് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണെന്ന് ഓർത്തിരിക്കുക. പഞ്ചായത്ത് രാജ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, പഞ്ചായത്ത് രാജ് കൺകറൻറ്റ് ലിസ്റ്റ് അല്ല, സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്.